ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. മൈദാമാവും ചീസും വെച്ചിട്ടുള്ള ചീസ് പക്കാവടയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ പക്കാവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ചീസ് പക്കാവട ഉണ്ടാക്കാനായി ഞാനൊരു കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുള്ള മൈദാമാവാണിത്. പിന്നീട് ഞാനൊരു കുറച്ച് ചീസാണ്, അത് പൊട്ടിപ്പോയതാണ്. ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ മതി. ചീസും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ചീസും മൈദയും നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇനി ഈ മൈദാമാവിലേക്ക് ഒരു ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു അര ടീസ്പൂണിൽ കുറവാണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളമൊഴിച്ചത് കുഴച്ചെടുക്കാം, കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. മൈദാമാവിടെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇത് ഓരോ ഉരുളകളാക്കി ഇങ്ങനെ വറുത്തെടുക്കാം. അതിനായി സ്റ്റൗ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. നല്ലതുപോലെ വെളിച്ചെണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇതേപോലെ ഓരോ സ്പൂണായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. വീണ്ടും ഒരു തവിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കെന്നല്ല എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. ഒരു കപ്പ് മൈദാമാവും ഒരു ടീസ്പൂൺ ചീസും ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കുവാനും. സോസിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും വെറുതെയും കഴിക്കുവാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണിത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ട് ചേരുവ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അടിപൊളി ടേസ്റ്റാണ്. രണ്ടാമത് ഒഴിച്ചതും കൂടി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. രണ്ടാമതിട്ടത് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇതിലേക്ക് കോരി മാറ്റി കൊടുക്കാം. എല്ലാം ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റിലതും കൂടി ഇത് കോരി മാറ്റി കൊടുക്കാം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസിൻ്റെ പക്കാവട ഇവിടെ റെഡിയാണ്. ചീസിൻ്റെ പക്കാവട ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കപ്പിൽ നിന്നും ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം.
ഇതാ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചീസ് പക്കാവട ഇവിടെ റെഡിയാണ്. നല്ല സോസിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല പക്കാവടയാണിത്. എന്നാൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നല്ല അടിപൊളി, ഉള്ളിൽ നല്ല ചീസൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയുമായിട്ടുള്ള പക്കാവടയാണിത്. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള പക്കവട. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണിത്. മൈദാമാവും ഒരു ടീസ്പൂൺ ചീസ് ഗ്രേറ്റ് ചെയ്തതുമുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് നിറയെ പലഹാരങ്ങൾ, സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒന്നാണിത്. ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഉള്ളിയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചീസ് പക്കാവടയാണിത്. ഇതിൻ്റെ കൂടെ ഞാനൊരു തക്കാളിയും ഉള്ളിയും കൂടെ അരച്ചെടുത്തിട്ടുള്ള ചട്നി കൂടെ ഇതിലേക്ക് വെക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ഒരു പക്കാവടയാണിത്. നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ടൊമാറ്റോ ചട്നി, ടൊമാറ്റോയും ഉള്ളിയും കൂടി അരച്ചെടുത്തുള്ള ചട്നിയാണിത്. എന്നാൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. എന്നാൽ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.